നമുക്ക് വീണ്ടും മഞ്ഞുമൽ ബോയ്സ് വിവാദത്തിലേക്ക് പോവുകയാണ്. അവിടെ നിർമ്മാതാക്കൾ നികുതി അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്ന് ചൂണ്ടിക്കാട്ടി നടനും നിർമ്മാതാവും സംവിധായകനുമായ സൗബിൻ ഷാഹിറിന്റെ ഓഫീസിൽ ഇപ്പോൾ IT റെയ്ഡ് നടക്കുകയാണ്. നികുതി റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ല, കണക്കുകൾ മറച്ചുവെച്ചു എന്നൊക്കെയാണ് IT വകുപ്പ് പറയുന്നത്. സൗബിൻ ഷാഹിർ അവിടെ റെയ്ഡ് നടക്കുന്നിടത്ത് ഉണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അരുൺ ശങ്കർ കൂടുതൽ വിവരങ്ങൾ നൽകും. അരുൺ ശങ്കർ, മഞ്ഞുമൽ ബോയ്സ് സൂപ്പർ ഹിറ്റ് ഒരു സിനിമയായിരുന്നു. സിനിമ റിലീസായി കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ തന്നെ അതിന് പിന്നാലെ വിവാദങ്ങളും ഉണ്ടായിരുന്നു. അതും സൗബിൻ ഷാഹിറിനെ കുറിച്ച് തന്നെയായിരുന്നു. ഇപ്പോൾ അവിടെ റെയ്ഡ് നടക്കുകയാണ്. കൂടുതൽ വിവാദങ്ങൾ എങ്ങനെയാണ്? നമുക്കറിയാം, മലയാളത്തിൽ ചരിത്രം സൃഷ്ടിച്ച സിനിമയായിരുന്നു മഞ്ഞുമൽ ബോയ്സ്. ഈ വർഷം ആദ്യം ഇറങ്ങിയ സിനിമ 200 കോടിക്ക് മുകളിലേക്ക് കളക്ട് ചെയ്തിരുന്നു. സംസ്ഥാനത്ത് മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങളിൽ, തമിഴ്നാട്ടിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വലിയ ഹിറ്റായിരുന്നു ഈ സിനിമ. പക്ഷേ ഈ സിനിമ വിജയിച്ചതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങൾ ഉണ്ടായിരുന്നു. ആദ്യം വന്ന വിവാദം എന്ന് പറയുന്നത് ഒരു നിർമ്മാതാവിനെ കബളിപ്പിച്ചു എന്നുള്ളതായിരുന്നു. നിക്ഷേപം വാങ്ങിച്ചതിന് ശേഷം തന്നെ കബളിപ്പിച്ചു എന്നൊരു ആരോപണവുമായിട്ട് സൗബിൻ ഷാഹിറിനെതിരെ ഒരാൾ കേസ് നൽകിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഏറ്റവും പുതിയ ഈ സിനിമ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ സിനിമയുടെ ആഗോള വിതരണം ഏറ്റെടുത്തിരുന്ന ഡ്രീം ബിഗ് മൂവീസ് ഇപ്പോൾ ഡ്രീം ബിഗ് മൂവീസിൻ്റെ ഓഫീസിൽ ഇപ്പോൾ IT റെയ്ഡ് നടത്തുകയാണ്. ഇവർ ഈ സിനിമയുടെ വരുമാനം മറച്ചുവെച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം. വലിയ തുക കൈവന്നിട്ട് അതിൻ്റെ റിട്ടേൺ സമർപ്പിച്ചിട്ടില്ല. ഇതുവഴി വലിയ രീതിയിലുള്ള സാമ്പത്തിക തിരിമറി നടത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിശോധനയാണ് ഇപ്പോൾ ഡ്രീം ബിഗ് മൂവീസിൽ നടക്കുന്നത്. ചില രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. വലിയ തരത്തിലുള്ള തിരിമറികൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്. സൗബിൻ ഷാഹിറിൻ്റെ ഓഫീസിലും അതോടൊപ്പം തന്നെ പറവയുടെ ഓഫീസിലും സമാനമായ റെയ്ഡ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ റെയ്ഡ് സൗബിൻ ഷാഹിറിൻ്റെ സാന്നിധ്യത്തിൽ കൂടിയാണെന്നുള്ളതാണ് IT ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ മഞ്ഞുമൽ ബോയ്സ് എന്നുള്ള സിനിമ കൂടുതൽ വിവാദങ്ങളിലേക്കും കൂടുതൽ ആരോപണങ്ങളിലേക്കുമൊക്കെ പോവുകയാണ്. മലയാളത്തിൻ്റെ അഭിമാനമായി മാറിയ ഒരു സിനിമ തന്നെയായിരുന്നു മഞ്ഞുമൽ ബോയ്സ് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്ത സിനിമയായിട്ട് അത് മാറിയിരുന്നു. പക്ഷേ അതിന് പിന്നാലെ